കയറ്റം കയറുന്നല്ല നമ്മൾ തലയാട്ടിന്ന് റൈറ്റിലേക്ക് തിരിയാണ് വയലെടുക്ക് പോകാൻ വേണ്ടി. തലയാട് എന്ന് പറഞ്ഞ ബോർഡ് ഞാൻ കണ്ടതാ. തലയാട് ഇത് താഴെ തലയാണ്. താഴെ തലയാട് അതാ ബോർഡ്. താഴെ തലയാട് ഞാൻ താഴെ നമ്മളിപ്പോ വയലടേക്കുള്ള കുന്ന് കേറിക്കാണ്ട് നോക്കി പ്രകൃതി രമണീയത എന്ന് പറഞ്ഞാല് അത് കാണണമെങ്കിൽ ഞങ്ങളൊക്കെ കോഴിക്കോട്ട് തന്നെ വരണം. മോളെ ഉമ്മ ഇപ്പൊ എത്ര കാലത്തിന് ശേഷം ഇങ്ങോട്ടൊക്കെ നിർക്കണം പോണേ ഇമ്മ തന്നെ എല്ലാരോടും പറയണു. എന്നാ ഞങ്ങളൊക്കെ ഇനി നേരമൊക്കെ അല്ലേ ഇടയിലുണ്ടാവും ഞമ്മള്. അപ്പൊ നിങ്ങള് കണ്ടോ എല്ലാരും തിരിച്ചു വരുന്ന സമയം നമ്മൾ അങ്ങോട്ട് പോകണം. എന്തായാലും വേണ്ടില്ല കണ്ടുപോരാലോ. അങ്ങനൊക്കെ ആണ്. എന്തായാലും ഏതൊരു മലന്റെ മുകളിലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു പോക്ക് ഞമ്മക്ക് സ്പോൺസർ ചെയ്തത് മിനു ആണ് കേട്ടോ. എന്താ നമ്മളെ മിനു ആണ് ഞമ്മക്ക് സ്പോൺസർ ചെയ്തത്. എന്താ പറയാ അവസാനം ഞമ്മളാണ് പെട്രോൾ പെട്രോൾ അല്ല ഓനടിക്കാന്ന് പറഞ്ഞ് പമ്പിലെത്തിയാരെ നമ്മളോട് ഇല്ല പെട്രോളിങ് അടിക്കുന്ന മലയാളികൾ ചായ മാത്രം കുടിക്കാറില്ല. ചായ വാങ്ങിച്ചാണെങ്കിൽ ചായ കടി ചായ എനിക്ക് ചായ വാങ്ങുമ്പോ പൈസ എത്തിയില്ല ഇപ്പൊ ചെയ്ത് കൊടുക്ക് ഞാൻ ചെയ്തരാ. അതാ അവന്റെ അവന്റെ ഡയലോഗ്. അങ്ങോട്ട് നോക്കാൻ നിക്കണ്ട. ഇതൊക്കെ ഒരു വയനാട്ടിലേക്ക് കയറുന്ന എന്താ വയനാട്ടിലേക്ക് ഇതേണ്ടില്ലേ വയനാട് കയറുന്നാതിരി വയനാട് കയറുന്നാതിരി വളവ് ഇതൊക്കെ റെഡി വയനാട്ടിലേക്ക് വയനാട്ടിലൊക്കെ പോവാ Oh my god, ഇതൊക്കെ പടച്ചോന്റെ ലോകമാ. എനിക്ക് പേടിയാണ് സംഭവം. റോഡൊക്കെ വീതി ഇപ്പൊ കൂട്ടി വരികയാണ്. നമ്മളന്ന് വരുമ്പോ പണിയെടുക്കുന്നില്ലേ മോണിത്താത്തൊക്കെ വന്നേരല്ലേ. മനു 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 മനോട് കേട്ടോനെ നോക്കോട് കേട്ടോ മോനെ തമാശ കളിക്കണ്ട കേട്ടോ. ഡ്രൈവ് ചെയ്യണ്ടി ഒന്ന് ഓണടിച്ചാ ഞാൻ വെക്കേണ്ടി ഒരു വളവന്ന് കൈയുണ്ട്. പൈസ ഉണ്ടാക്കിയോ? പൈസ ഞങ്ങളെ കയ്യിൽ തന്നെ ഞങ്ങൾ ഇനി ഉമ്മയുടെ കയ്യിൽ ഇങ്ങനെ പൈസ കൊടുക്കുക. അപ്പൊ ഇല്ല ആഴ്ചയില് പാത്തൂന് പണ്ടാരടങ്ങാനൊരു ട്യൂഷൻ ഉണ്ട്. ഇനി ശനിയും ഞായറും തിങ്കൾ മുതൽ വെള്ളി വരെ നടന്ന് കയറിയാ മതി. ചേട്ടന്മാരായിട്ട് ഉൾപ്പെട്ടെ ജയിച്ച പോലെ +2 ജയിക്കുമെന്നൊന്നും വിചാരിക്കാൻ. എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. ജസ്റ്റ് പാസ് ആണ്ടേ അതൊക്കെ ജസ്റ്റ് പാസ് ആയാൽ പോലും പ്ലസ് വിചാരിച്ചാലേ ജസ്റ്റ് പാസ് എങ്കിലും നമ്മള് ജസ്റ്റ് പാസ് വിചാരിച്ചിട്ട് പൊട്ടുമല്ലോ.
ഞാൻ ജസ്റ്റ് പാസ് ആയിക്കോല്ലോ വിചാരിച്ച്. അപ്പൊ പൊട്ടിക്കാന് ഞാൻ പൊട്ടിക്കോ അറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ജസ്റ്റ് പാസ് അത്രേ ഞാൻ +1 പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ പഠിച്ചോങ്കിൽ അതൊക്കെ മേലെ തന്നക്ക് അൽഹംദുലില്ലാഹ്. പഠിച്ചോനെങ്കിൽ അതിന് എത്ര വലിയ സ്തുതിച്ചാലും മതിയാവില്ല. കാരണം ഞാൻ എക്സാം എഴുതിട്ട് ബാക്കിയെല്ലാം ഞാൻ എന്റെ പഠിച്ചവന് വിട്ടുകൊടുത്ത. പഠിച്ചവനെ ഇങ്ങ് നോക്കിക്കോ, ബാക്കി എന്റെ കയ്യിലാന്ന് പറഞ്ഞ് കൊടുത്തതാ. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ നോക്കി വാ. ഒരു പണ്ടത്തെ ഒരു സ്റ്റൈല്, പണ്ടത്തെ ബസ് സ്റ്റോപ്പ് അതാ. നമ്മളില്ലേ തലയാട്ടേക്ക് പോകുമ്പോ അമ്മ അങ്ങനത്തെ പൊളി ഇമ്മ നമ്മള് തലയാട്ട് പോകുന്നതിനില്ലേ റബ്ബർ തോട്ടത്തിനുള്ളില് പൊളിഞ്ഞ കരിഞ്ഞ എന്തോ തീപിടുത്തൊക്കെ നടന്ന വീട് കാണുമ്പോ പ്രേതമുള്ള വീടാന്നറിയില്ലേ. ആരോ ആടെ തീയിട്ട് മരിച്ചു എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഇതൊക്കെ അയക്കില്ല അതിന്റെ പിന്നിലെ കഥകള്. കോട മൂടുന്നു. എടാടാ വയലടാ, ഏടാ വയലടാ. മാനു കാട് അങ്ങനെ ഗേൾസ് നമ്മളിപ്പോ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പാത്തൂന്റെ നാട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു കാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കാടിന്റെ മക്കൾ കാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇങ്ങനെ കൊടുത്തോളാണ്ടി കാട് ക്യാപ്ഷന്, കാടിന്റെ മക്കൾ കാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കാടിന്റെ മക്കൾ മൃഗങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയം ഞങ്ങൾ കേറുന്നു കാട്ടിലേക്ക്. നമ്മള് സ്വന്തം മണിച്ചേരി 2 കിലോമീറ്റർ മണിച്ചേരിക്ക് ഇനിയുണ്ട്. മണിച്ചേരി ഇങ്ങോട്ടാ ബാലുശ്ശേരിക്ക്. ഇങ്ങോട്ടോ വ്യൂ പോയിന്റ് പാർക്ക് ഉണ്ടല്ലോ ഇവിടെ. പാർക്ക് ഉണ്ട്. ഇപ്പൊ നമ്മളില്ലേ വയനാട്ടിൽ കേറി നമ്മളെ അടിവാരമുള്ള നമ്മളെ നോളജ് സിറ്റിയിലേക്ക് നോക്കുന്ന ഒരു പോയിന്റ് പോലെ തോന്നാടാ ഇപ്പൊ നമ്മള് കേറിയ. റൂട്ടിന് അങ്ങോട്ടാ ഇങ്ങനെ പോയി പിന്നെ അതിന്റെ മെമ്മറി ഉണർന്നത് എത്താൻ അയക്കുന്ന പറഞ്ഞത് അതിനെ കൊണ്ട് എത്താനായി ഉണ്ടാവും. അവിടെ ബോർഡ് സംഭവം ഉണ്ട്. പള്ളിയാ എടോ വെളിച്ചാട്ടുണ്ട്.
പോകാന്ന് വിമാനം തന്നെ സാധനത്തിന്റെ ഉള്ളിൽ കൂടിയാ പോവാ. ഇങ്ങോട്ടോക്ക് ഇനി എന്തോ കാണുന്നുണ്ടോ? ഇത് നമ്മൾ മോളിൽ നോക്കുമ്പോ മേഘം പോലെ റിസോർട്ടാ. അതാണ് മോളെ നമ്മളെ ഡാം, ഇടുക്കി ഡാം. അല്ല ഇടുക്കി അല്ല, അവിടെ വേറൊരു ഇടുക്കി. അവിടെ വേറൊരു മൂടാ. അവിടെ വേറൊരു ഇതാ കാറും കൊണ്ടുവച്ച് പോകുന്നത്. തായോട് പോവോ? എത്തിക്ക നോക്ക് നോക്ക്. അമ്മന്റെ ബേക്കില് മൊത്തം ഇതാ. മീനു എവിടെ പോവാ നോക്ക്. മീനു അതാ അങ്ങനെ മക്കളെ നമ്മൾ ഇതാ ഇവിടെ എത്തിക്കിട്ടോ. പക്ഷേ ഇവിടെയല്ല നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് തിരിച്ച് കുറച്ചുകൂടി പോയിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളല്ലാത്ത സ്ഥലത്തേക്കാണ് പോണത്. ഇവിടെ കളിയുള്ള സ്ഥല ഇവിടുത്തെ റോഡ് എന്ന് വെച്ചാൽ വളരെ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. വലിയ 2 വാഹനങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ കിടക്കാനുള്ള സ്ഥലം തീരെ ഇല്ലാന്നേ പറയണ്ടേ. അപ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ വരിക. ഞങ്ങളിപ്പോൾ 5 മണിക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. പക്ഷെ 5 മണിക്ക് ശേഷം എല്ലാവരും ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളടുത്തുള്ളൊരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എത്രയും നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ പോകും. അത് ഉച്ചക്ക് പോയിക്കെങ്കിൽ നല്ല വെയിലായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടുന്ന് കണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ കയറി എത്തിക്കഴിഞ്ഞാൽ കയറാനും വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. നേരത്തെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. പക്ഷേ അവിടെ കയറിയാൽ പിന്നെ ഇറങ്ങാൻ നമ്മളെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കയറാനും ഇറങ്ങാനും ഒക്കെ സുഖം തന്നെയാണ്. ലേശം ഒരു ആവതുള്ളവർക്ക് സുഖം തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ കയറി എത്തിയാൽ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് ഒരു 1.5 വൈബ് തന്നെ മക്കൾ. അത് വന്നിട്ട് തന്നെ നമ്മൾ അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തിരിച്ച് എല്ലാവരും വരും. ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചെല്ലാവരും വരുന്നൊരു സമയത്താണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു 2-3 കൂട്ടരാട്ടോ തിരിച്ച് മേലോട്ട് പോണത്. പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഈ ഇരുട്ട് സമയത്താണെങ്കിലും നല്ലോണം ആൾക്കാർ തന്നെയുണ്ട്. കാരണം അടുത്തൊരു ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല ഒരു വലിയൊരു പാറമ്മൽക്കാണ് നമ്മൾ കയറി എത്തുന്നത്. ആ പാറ എന്ന് വെച്ചാൽ പല തട്ടുകളായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു പാറയാണ്. അപ്പോൾ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളച്ചാട്ടങ്ങൾ. പിന്നെ ഇവരെട്ടാ കൊണ്ടോണ്. അഡ്വഞ്ചറസ്. ഓ മൈ ഗോഡ്, അത്രക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെന്താ വയനാട് വരുന്നവർ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇവിടെ 5:30 5 മണിക്കൊന്നും വരുന്നു കാരണം നിൽക്കുന്നാല് വരരുത്. നിങ്ങൾ 3 മണിക്കോ 4 മണിക്കോ വന്നാൽ തന്നെ അല്ലാതെ കാര്യം കഴിയും. അല്ലോ എന്ത് പഠിച്ചോണ്ട് എടുത്തു. അപ്പോൾ ഏതാണ് നമ്മൾ സംഭവസ്ഥലത്തെത്തി. പക്ഷേ നിങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല, നല്ല ഇരുടാണ് കേട്ടോ. അതാണ് നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.